ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഒരു ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഹൂവ നടക്കുന്നുണ്ട്, ഒരു പോസ്റ്റ് ഇടാൻ പറഞ്ഞപ്പോൾ എല്ലാത്ത പോസ്റ്റാട്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന റോഡാണ് ഈ കാണുന്നത്. അപ്പോൾ എവിടേക്ക് ഷോപ്പിങ്ങിന് വെച്ചാൽ മാമൻ്റെ കടയിലോട്ടാണ് ഷോപ്പിങ്ങിന് പോണത്. അതാ പറഞ്ഞത് ചെറിയ ഷോപ്പിങ്ങിന്, വലിയ ഷോപ്പിംഗ് ഒന്നുമല്ല, വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനാണ്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണ് പാടം. അപ്പം ഞങ്ങൾ പോകുന്ന ഓട്ടോറിക്ഷയിലാട്ടാ. അമ്മമ്മ ഉണ്ട്, ഞാൻ ഉണ്ട്, ഹൂവുണ്ട്. ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോവാണ്. അപ്പം എൻ്റെ അമ്മാനെ കാണാത്തവരുണ്ട്. ഇതാണ് എൻ്റെ അമ്മ. ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു അമ്മാനെ. അങ്ങനെ ഞങ്ങൾ മാമൻ്റെ കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നേരത്തോട് പഴം പിടിച്ചിട്ട് തൂങ്ങുന്നുണ്ടില്ലേ. അപ്പോൾ ഇതാ മാമൻ്റെ ഇടയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നൂൽപുട്ടിൻ്റെ എന്തോ സാധനം നോക്കിയാണ്. അതുണ്ട്, മാവാണ് കേട്ടോ. പിന്നെന്താ അവൾ അതിൻ്റെ ഇടയ്ക്ക് ബിസ്ക്കറ്റ് വേണമെന്ന് പറയുന്നുണ്ട്, വാട്ടർ ബലൂൺ വേണമെന്ന് പറയുന്നുണ്ട്. അവളെ കയ്യിൽ വാട്ടർ ബലൂൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഐസ്ക്രീം ഉണ്ട് അവിടെ. ഞാൻ ഒരുവിധമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഇതാ ഞാൻ കാണിക്കുന്നൊക്കെ അവിടെ ഉള്ള കേട്ടോ. ബിസ്ക്കറ്റ്, മാഗി, നമ്മളുടെ ബുക്ക്, പെൻസില്, ബോക്സ്, അതുപോലെ കളറ്, പെൻസില്, എല്ലാ സാധനങ്ങളും. സൂപ്പർ മാർക്കറ്റാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഹൂവ മെലഡിയുടെ ഒരു വലിയ പാക്കറ്റ് എടുത്തോണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട, എല്ലാം കൂടി ഒക്കെ പാടെ എടുത്തിട്ട് അവളെ കയ്യിൽ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ അവിടെ അത് വാങ്ങിത്തരോ, ഇത് വാങ്ങിത്താട്ട് കയറുണ്ട്, എന്തൊക്കെ പറയുന്നുണ്ട്. അവളെ കയ്യിൽ ഫ്രൂട്ടി ഉണ്ട്, വാട്ടർ ബലൂൺ ഉണ്ട്, പിന്നെ ഡയറി മിൽക്കിൻ്റെ ലോലിപോപ്പ് ഉണ്ട്, ഒരു മെലഡി പാക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ മെലഡി പാക്ക് എടുത്തിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ വാങ്ങിയില്ല. അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ എന്തിനാ വാശി കൊടുക്കുന്നത് വെച്ചാൽ ഒരു പുസ്തകത്തിനാണ്. പുസ്തകത്തിന് വല്ലാത്ത കരച്ചിലായിപ്പോയി. വാങ്ങിത്താട്ട് പറഞ്ഞിട്ട് എന്തൊക്കെയാ പറയും. ഒന്ന് വാങ്ങിത്തരൂ, വാങ്ങിക്കൊടുത്തില്ല. ഞാൻ പറയുന്നുണ്ട് പഠിക്കണമെന്നില്ല. അപ്പം അതിനിടയിൽ കൂടെ മിച്ചർ എടുത്തോണ്ടാവും കേട്ടോ. മിച്ചർ അവിടെ വിളിക്കണൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാണ്, ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്തൊക്കെയാണ് മോഡലാണ്. പിന്നെ അമ്മ പാത്രം കേൾക്കണ സോപ്പ് എടുത്ത്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ എന്നോട് പറഞ്ഞ് തിരുമ്പണ സോപ്പ് എടുക്കാൻ. അങ്ങനെ ഞാനൊരു 5 എടുത്ത്. 5 എടുക്കാൻ എന്നോട് പറഞ്ഞത്. 5 എടുത്തു. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഏതോ സോപ്പ് എടുത്തോണ്ടായി. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു ചെറിയ സോപ്പ് എടുത്തോണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി ഈ മിനി ചെറിയ സോപ്പ്, അങ്ങനത്തെ എനിക്ക് നല്ല ഇഷ്ടമാട്ടാ. അപ്പം ഓളും കൊടുത്തു അതേപോലത്തെ. അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ എൻ്റെ ഇടയിൽ കൂടെ ബട്ടർ എടുത്തിട്ടുണ്ട്, പീനട്ട് ബട്ടർ. മരണം എടുത്തോ.
അപ്പോൾ ഞാനെടുത്ത്. പിന്നെ എനിക്ക് നൂഡിൽസ് ആണ് പറഞ്ഞപ്പോൾ നൂഡിൽസ് എടുത്ത് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ എൻ്റെ കൂടെ സ്ട്രോബെറിൻ്റെ ഒരു ബിസ്ക്കറ്റ് എടുത്ത് വന്നിട്ട് 5 രൂപയുടെ വന്നു. നല്ല ചെറിയൊരു എസ്റ്റിക്കായ നല്ല ഭംഗിയില്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ 2 ജെല്ലി, ഒരു ബോക്സ് എന്തൊക്കെ. അപ്പം എൻ്റെ കൂടെ അമ്മ പറയുന്നുണ്ട് ബ്രോ എടുത്ത് ഇതൊന്ന് തരുതൻ. അതാണ് അമ്മ അങ്ങനെ പിടിച്ചു നോക്കണം. അപ്പം ഞാൻ പറയും ഇതന്നെയല്ലേ ബ്രോ, ഇനി എന്താണ് നിങ്ങൾക്ക്. അങ്ങനെ അതിനെ എടുത്ത്. പിന്നെ പറഞ്ഞ് ബട്ടർ എന്താ പീനട്ട് ബട്ടറിക്ക് ഇഞ്ഞൊരു ബ്രെഡ് എടുത്ത് പറഞ്ഞു അമ്മ. അപ്പം ഞാനൊരു ബ്രെഡും കൂടി എടുത്ത്. പിന്നെ ഞാൻ അവിടെ ഓളൊരു കിൻഡർ ജോയ് പോലത്തെ എന്തോ കണ്ടു, എന്തോ വലിയൊരു സാധനം. ആ കിൻഡർ ജോയ് പോലത്തെ കിൻഡർ ജോയ് അല്ല, പക്ഷെ അതിന് എഗ്ഗ് എന്നാണ് പേര് കൊടുത്തത്. പക്ഷെ ഇനി ഫുൾ നെയിം വായിച്ചില്ല കേട്ടോ. അപ്പോൾ ആ എഗ്ഗ് എന്ന് കണ്ടപ്പോൾ ഞാൻ വായിച്ചോളൂ. നല്ല വലിയൊരിത്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ചകിരി എടുക്കാൻ പോയി. കാരണം എനിക്ക് എന്തായാലും ചകിരി വേണം. ഇങ്ങനത്തെ സോഫ്റ്റ് ചകിരി അല്ലേ. പിങ്ക് എടുത്ത് ഞങ്ങൾ 2 ചകിരി എടുക്കാൻ പറഞ്ഞിമ്മ. അപ്പം ഞാൻ ആദ്യം ഒരു പിങ്ക് എടുത്ത്, പിന്നെ ഒന്ന് കളർ മാറ്റി പഠിക്കാൻ വിചാരിച്ചു. അപ്പം അതെടുത്ത് ഞാനങ്ങനെ പീച്ച് വെക്കണം. കാരണം സ്ക്വിഷി പോലെയാണ്. സ്ക്വിഷി അല്ല, ഞാൻ പറഞ്ഞില്ലേ നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല കാറ്റുണ്ട്. നല്ല കാറ്റും മഴയാണ്. മഴ കാണാണ്ട് വെച്ചാൽ കാണാനില്ല, പക്ഷെ നല്ല കാറ്റും മഴയാണ് ടൈമിൽ. ഇതാണ് ഞാൻ പറഞ്ഞ ആ എഗ്ഗ്. അപ്പോൾ തന്നെ ചമ്മളിച്ച് എന്താണ് അവസ്ഥ. ഇങ്ങനത്തെ ഒരു സാധനം അറിയാത് എന്ത് കിട്ടി അപ്പം കട എത്തും. പിന്നെ അവൾക്ക് ആ ഒരു കിൻഡർ ജോയിന്ന് കളിക്കുന്ന ഇട്ടിട്ട് അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഇന്ന് അടിച്ചു മാറ്റിയത് ആ ഒരു ഐസ്ക്രീം സാധനം കേട്ടാ. കാണുമ്പോൾ ഒരു ഐസ്ക്രീം ആയിരിക്കും. പിന്നെ ഇതാ ഒരു ഡൂപ്ലി പല്ലിയുണ്ട്. ഞാൻ ആദ്യം ഐസ്ക്രീം എന്താ വിചാരിച്ചറിയോ, കണ്ടപ്പോൾ ഒരു മിനി ഐസ്ക്രീമാണെന്ന് വിചാരിച്ച്. പിന്നെയാണ് ഞാൻ എന്തോ ഡൗട്ട് തോന്നിയപ്പോൾ ഞാൻ അടിയും വലയൊക്കെ ഒന്ന് പിടിച്ച് വലിച്ചു. എനിക്ക് തുറക്കാൻ പറ്റില്ലല്ലോ, ഒരു കയ്യിൽ ഫോണല്ലേ. അപ്പോൾ അത് തുറന്നപ്പോൾ അതിൻ്റെ മേലത്തെയാണ് ദാ ഈ ഒരു പെന്ന്. ഇതൊക്കെ അൺബോക്സ് ചെയ്തിട്ടാട്ടോ ഞാൻ നിങ്ങൾ വീഡിയോ എടുക്കുന്നത്. പിന്നെ സാധനം ബില്ലിടുകയാണ്, മാമനാണ് ബില്ലിടുന്നത്. അപ്പോൾ ബട്ടർ ഇട്ട് ഉമ്മ സഞ്ചി പിടിച്ച് കൊടുക്കണം, മാമ ബില്ലിടുന്നുണ്ട്. അയക്കിടുന്നുണ്ട്, ബില്ലിടുന്നുണ്ട്, അയക്കിടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹലുവ എടുത്തിട്ട് എനിക്ക് നല്ല ഇഷ്ടം ഹലുവ. അതാ ഹലുവ ഇട്ട്, അതോ ഹലുവ ഇട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു ഐസ്ക്രീം എടുത്ത്, കോൺ ഐസ്ക്രീം, ഓളൊരു ബോൾ ഐസ്ക്രീം എടുത്ത് അതിൻ്റെ ഇടയിൽ കൂടെ ജംസും അടിച്ചു മാറ്റി കൊടുത്തിട്ടുണ്ട്. അടിച്ചു മാറ്റിയില്ല, എടുത്താണ് കേട്ടോ. ഇന്നെ കാണാതെ ഓരോ സാധനം കൊടുക്കും. പുറത്തെല്ലാം മഴ പെയ്യുന്നുണ്ടല്ലോ. പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊരു സംഭവം ഇഷ്ടമാണ്, മഴത്തെ ഐസ്ക്രീം കഴിക്കുക. അതെൻ്റെ ഒരു ശീലമല്ല, എന്നാലും ഇഷ്ടമാണ് മഴത്ത് കൂടുതൽ ഐസ്ക്രീം. ഞാൻ മഴത്താണ് കൂടുതൽ ഐസ്ക്രീം ഞാൻ കഴിക്കുക. കൂടുതലും മഴത്ത് ഞാൻ കൂടുതൽ ഐസ്ക്രീം കഴിക്കാറുള്ളത്. കാരണം എൻ്റെ അപ്പച്ചൊക്കെ എനിക്ക് മഴത്ത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, മഴയില്ലാത്ത സമയത്തേക്ക് എവിടെയെങ്കിലും പോകണ്ട. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ ഐസ്ക്രീമൊക്കെ കൂടുതലാണ്. നോ ചോക്ലേറ്റ്, നോ ക്യാൻഡി. അപ്പോൾ അതൊക്കെ ആയിട്ട് വാങ്ങും. പിന്നെ മാമൻ്റെ കടയുടെ പേര് വെച്ചാൽ സഫ പിന്നെ സൂപ്പർ മാർക്കറ്റ് എന്നാണ് കേട്ടോ. ഇതൊരു ഭാഗം, കാരണം മഴ പെയ്യുന്നതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് എടുക്കാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ ഇടയിൽ കൂടെ ഓളെന്ത് ബലൂണെന്ത് തപ്പാണ്. എന്താ തപ്പണമെന്നും കൂടി അറിയില്ല. അമ്മ എൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയാ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലായി. ഞാൻ എൻ്റെ ഇടയിൽ കൂടെ ഐസ്ക്രീം ഒന്നുണ്ട്, കാരണം എനിക്കാണെങ്കിൽ ഐസ്ക്രീമും മഴത്തൊന്നും ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ എന്താണ് കോണും കൂടി ആയ കാരണം പെര എത്തുമ്പോൾ മെൽറ്റാ വിചാരിച്ച അപ്പോൾ തിന്നട്ടോ. ഓള് തിന്നൂല, ഓളങ്ങനെ കേട്ടോ. ഓളത് തിന്നാൻ നിന്നു, പക്ഷെ പറഞ്ഞപ്പോൾ തിന്നണ്ടാന്ന്. ഇന്ത്യന്ന് ലാസം കൊടുത്തു കൊടുക്കും. ഓള് മഴ നോക്കിക്കട്ടാ. അവൾക്ക് മഴത്ത് കളിക്കണം എന്നൊരാഗ്രഹം, പക്ഷെ ഇമ്മ സമ്മതിച്ചില്ല. ഓക്കേ, എന്താ ഞങ്ങൾ വീട്ടിലോട്ട് പോകുകയാണ്. വീട്ടിലോട്ട് പോകുന്നത് ഓട്ടോറിക്ഷയിൽ തന്നെ ഏട്ടാ. അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇതാ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന റോഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പൊട്ടിക്കാൻ മറക്കല്ലേ. ബൈ ബൈ. ഇന്നത്തെ ഷോപ്പിംഗ് ചെറിയ ഷോപ്പിംഗ് ആയ കാരണം അധികം വീഡിയോ ഇല്ലാത്ത. ബൈ ബൈ, സീ യു.